തലനാരിഴയ്ക്കാണ് ആ 3 വയസ്സുകാരി രക്ഷപ്പെട്ടത്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്ത് വെച്ചാണ് ഈ ഒരു അപകടം എന്ന് പറയാൻ കഴിയില്ല. കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. അതായത് ആ ഓട്ടോറിക്ഷയിൽ കുഞ്ഞും കുടുംബവും ആശുപത്രിയിലേക്ക് വന്നതാണ്. ഈ ആദ്യം കുട്ടിയുടെ അമ്മ ഇറങ്ങി റോഡ് മുറിച്ച് കടന്നു. അതിനുശേഷമാണ് കുട്ടി, ഈ അച്ഛൻ ഓട്ടോറിക്ഷയിൽ പണം നൽകുന്ന സമയത്ത് കുട്ടി ഇറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ആ സംഭവം ഉണ്ടായി, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ സമയം മുതൽ നമ്മൾ അന്വേഷിക്കുന്നത് കൃത്യസമയത്ത് വന്ന് സമയോചിതമായി ഇടപെട്ട് കുഞ്ഞിന് ജീവൻ തിരികെ നൽകിയ ബസ് ഡ്രൈവർ ആരാണ് എന്നാണ്. ഷിനോജ്, ആ മൊമെൻ്റ് എങ്ങനെയായിരുന്നു? എന്താ സംഭവിച്ചത്? എന്താ തോന്നിയത്? സംഭവിച്ചത് എന്താ വെച്ചാൽ, ഓട്ടോറിക്ഷയിൽ നിന്ന് അതിൻ്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് കുഞ്ഞിറങ്ങി ഓടി ക്രോസ്, ബസ് വരുന്നത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. പക്ഷേ ഞാനത് ഓട്ടോറിക്ഷൻ്റെ അടുത്തെത്തി, ഓട്ടോറിക്ഷ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. എനിക്കങ്ങനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞു നല്ല സ്പീഡിലാണ് ഓടുന്നത്. ഞാൻ ചവിട്ടി വണ്ടി വലത്തോട് വെട്ടിച്ച് നിർത്തി. കുഞ്ഞ് ഫ്രണ്ട് വീല് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് വണ്ടിയുടെ അടുത്തുള്ളത് അങ്ങോട്ട് ഓടുന്ന കുഞ്ഞ് തിരിച്ചോടി. തൊട്ടില്ല മാറി നൂലിൽ എന്തോ ഭാഗത്തിന് കഴിച്ചിലായി, രക്ഷപ്പെട്ട്. ഓവർ സ്പീഡല്ലായിരുന്നു, ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും അല്ല, കാരണം നോർമലായിട്ട് പോവുകയാണ്, കുഴപ്പമില്ലാതെ അങ്ങനെ പോവുക, അതുകൊണ്ട് രക്ഷിക്കാൻ പറ്റി. അത് ദൈവം തുണച്ചല്ല, എൻ്റെ കഴിവാന്ന് ഞാൻ പറയുന്നില്ല, ദൈവം തുണച്ചു, അത്ര തന്നെ. പിന്നെ ഒരു ടെൻഷൻ, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമാണ്, എൻ്റെ ചെറിയൊരു മോൾ അതേ പ്രായമുള്ള കുഞ്ഞാണ്. അതായത് അപ്പം അങ്ങനെ ചിന്തിച്ചാൽ അതാ കുഞ്ഞിനെ ഓർത്തെ. പിന്നെ നമ്മൾ അറിഞ്ഞത് അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇന്നാണ് ഡെസ്റ്റിനേഷൻ ഡ്യൂട്ടി കയറി ലീവ് എടുത്തു. ടെൻഷൻ കൊണ്ടല്ല, പിന്നെ അങ്ങനെ ലീവ് എടുത്തു, ഒന്ന് ഫ്രീ ആവാതിരിച്ചു, അങ്ങനെ ഒന്ന് കയറി. ഇത് പറയലായിരുന്നോ? അന്നേരം വണ്ടി കാലൊക്കെ വന്ന് വരച്ച് വന്ന് ആകട്ടെ കരഞ്ഞു പോയി ഞാൻ. കാരണം അത്ര ചെറിയ കുഞ്ഞല്ലേ, നമ്മൾ ഒരു വണ്ടിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടല്ലോ. കാരണം ചെറിയ കുഞ്ഞിങ്ങനെ ഓടിയ കണ്ണുകൊണ്ട് കാണല്ലോ, അനുഭവിക്കല്ലോ നമ്മൾ. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ. ഇതുപോലൊരു അനുഭവം മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ബസ്സിൽ ഡ്രൈവർ പണി എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. കാര്യങ്ങൾ ഷിനോജ് അടക്കമുള്ള ഡ്രൈവർമാരെ പൊതുവെ റോഡിലെ വില്ലന്മാരായിട്ടാണ് പറയാറും കാണാറൊക്കെ. പക്ഷേ ഈ ഒരു മൊമെൻ്റ് അങ്ങനെ അല്ലാതായില്ലേ? അതെ, അതിപ്പോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കെതിരെ ഉണ്ടാവുള്ളൂ. കുഞ്ഞ് ഓടി രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല, അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ബസ് തട്ടി, ഓവർ സ്പീഡായിരുന്നു, തട്ടി കുഞ്ഞിൻ്റെ മേത്തൂടെ കയറിപ്പോയി, അങ്ങനെ ഇങ്ങനെയായി. പിന്നെ ഫുള്ള് നമുക്കെതിരെ കളിക്കും എല്ലാം. കുഞ്ഞിൻ്റെ അച്ഛനാണ് ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് 3 വയസ്സുകാരി. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.